everybody. Now it's time to enjoy your favorite show, ITL World Junior Idol Season 2. എല്ലാവർക്കും പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഇന്നത്തെ പോലെ നമ്മുടെ ജഡ്ജസിനെ ആദ്യമായി സ്വാഗതം ചെയ്യാം. അരുന്ധതി ചേച്ചി, ബിജി ബാൽ ആൻഡ് രഞ്ജിനി ജോസ്. നമുക്ക് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ബിഗിൻ ചെയ്യാം. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ തുടക്കം കുറിക്കുന്നത് സിംഗ് വിത്ത് പിയാനോ റൗണ്ടിലാണ്. ഈ റൗണ്ടിൽ പെർഫോം ചെയ്യാൻ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം കൃതിക. Put your hands together for Kritika. Kritika, looking awesome. Thank you. ഇന്ന് സോങ്ങിന്റെ ഡീറ്റെയിൽസ് കൃതിക എടുത്ത് ചോദിക്കുന്നില്ല. ഇന്ന് നമുക്കൊരു ഗസ്റ്റ് കൂടെ ഉണ്ട്. കൃതികയുടെ അച്ഛൻ, അമ്മ, കൂടാതെ നമ്മുടെ അമ്മൂമ്മയും വന്നിട്ടുണ്ടല്ലേ. കൊച്ചുമോളെ പാട്ട് വെക്കാനായി അമ്മൂമ്മയും വന്നിട്ടുണ്ട്. അങ്കിൾ, ഇന്ന് കൃതിക ഏത് സോങ്ങാ പാടാൻ പോകുന്നത്? കൃതിക മെയ് മാതം എന്നുള്ള സിനിമയില് മാർഗഴി പൂവേ എന്നുള്ള സോങ് ആണ് പാടുന്നത്. മോൾ എങ്ങനെ പ്രാക്ടീസ് എങ്ങനെ ചെയ്തു? ആണല്ലേ. ആന്റി നന്നായിട്ട് പോകുന്നു. സ്കൂളിലത്തെ കാര്യങ്ങളും നടക്കുന്നുണ്ടോ? സ്കൂളിലത്തെ കാര്യങ്ങളും നടത്തിക്കൊണ്ട് പോകുന്നു. ഒരു നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഈശ്വരന്റെ കയ്യില്. ഓക്കെ, അമ്മൂമ്മക്ക് എന്താ വിഷയാനുള്ള? മോള് നന്നായിട്ട് പാടുമെന്ന് വിശ്വസിക്കണം. അവൾക്ക് നല്ല മാർക്ക് കിട്ടണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഓക്കെ, ആഗ്രഹം നടക്കട്ടെ. കൃതിക നന്നായിട്ട് പെർഫോം ചെയ്യണം. ഗുഡ് ലക്ക്. ലെറ്റ്സ് വാച്ച് ഇറ്റ്. மார்கழிப்பூவே மார்கழிப்பூவே உன்மடி மேலே ஓரிடம் வேண்டும். மார்கழிப்பூவே மார்கழிப்பூவே உன்மடி மேலே ஓரிடம் வேண்டும். மெத்தமேல் கண்கள் மூடவும் இல்லை, உன்மடி சேர்ந்தால் கனவுகள் இல்லை. மெத்தமேல் கண்கள் மூடவும் இல்லை, உன்மடி சேர்ந்தால் கனவுகள் கொள்ளை. மார்கழிப்பூவே மார்கழிப்பூவே உன்மடி மேலே ஓரிடம் வேண்டும். பூக்களை பிரித்து புத்தகம் படிப்பேன், புல்வெளி கண்டால் முயல் பால் குதிப்பேன். நான் மட்டும் இரவில் தனிமையில் நடப்பேன், நடைபாத கடையில் தேநீர் குடிப்பேன். வாழ்க்கையின் ஒரு பாதி நான் இன்று ரசித்தேன், வாழ்க்கையின் மறுபாதி நான் இங்கு ரசித்தேன். காற்று வரும் மேகம் போலே நான் இன்று மீதப்பேன். மார்கழிப்பூவே மார்கழிப்பூவே உன்மடி மேலே ஓரிடம் வேண்டும்.
வரும் மண்டுக்கு சென்று தந்துவிடு சிறு பூக்கள் கொஞ்சம், பாட வரும் பெண்ணுக்கு சந்தம் தந்துவிடு மைனாக்கள் வெண்பா. பாடி வரும் மண்டுக்கு சென்று தந்துவிடு சிறு பூக்கள் கொஞ்சம், பாட வரும் பெண்ணுக்கு சந்தம் தந்துவிடு மைனாக்கள். காவேரி கரையில் நடந்ததும் இல்லை, கடற்கரையிலே கால் வைத்ததில்லை, சுதந்திரவானில் பறந்ததும் இல்லை, சுட சுட மழையில் நனைந்ததும் இல்லை, சாலையில் நானாக போனதும் இல்லை, சமயத்தில் நானாக ஆனதும் இல்லை, ஏழை மனம் காணும் இன்பம் நான் காணவில்லை. மார்கழி பூவே மார்கழி பூவே உன்மடி மேலே ஓரிடம் வேண்டும். மார்கழி பூவே மார்கழி பூவே உன்மடி மேலே ஓரிடம் வேண்டும். மெத்தை மேல் கண்கள் மூடவும் இல்லை, உன்மடி சேர்ந்தால் கனவுகள் கொள்ளை. மெத்தை மேல் கண்கள் மூடவும் இல்லை, உன்மடி சேர்ந்தால் கனவுகள் கொள்ளை. மார்கழி பூவே மார்கழி பூவே உன்மடி மேலே ஓரிடம் வேண்டும். வெண்பா பாடி வரும் மண்டுக்கு சென்று தந்துவிடு சிறு பூக்கள் கொஞ்சம், பாட வரும் பெண்ணுக்கு சந்தம் தந்துவிடு மைனாக்கள் வெண்பா. பாடி வரும் மண்டுக்கு சென்று தந்துவிடு சிறு பூக்கள் கொஞ்சம், பாட வரும் பெண்ணுக்கு சந்தம் தந்துவிடு மைனாக்கள் வெண்பா. കൃതിക, വെരി നൈസ് പെർഫോമൻസ്. രാജൻ ചേട്ടാ നന്നായിരുന്നു. എങ്ങനെ മോൾക്ക് എങ്ങനെ തോന്നി? പാടിയത് എങ്ങനെ തോന്നി? സ്റ്റാർട്ടിങ് കുറച്ച് ട്രബിൾ ആയിരുന്നു, തൊണ്ട കുറച്ച് ഡ്രൈ ആയി. സ്റ്റാർട്ടിങ് കുറച്ച് ട്രബിൾ ആയിരുന്നു, പിന്നെ മൊത്തത്തിൽ ട്രബിൾ ആയിരുന്നു? ഇല്ല, ഇഷ്ടായി പാടിയത്? ഓക്കെ, നമുക്ക് ജഡ്ജസിന് ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കാം അല്ലേ? ബിജേട്ടാ മോളെ കലക്കിട്ടോ, താങ്ക് യു. അസലായി. മൊത്തത്തിൽ കുറച്ച് ട്രബിള് ഉണ്ടായിരുന്നൊന്നുമില്ല, കുറച്ച് ഇടയ്ക്ക് ട്രബിളായി അല്ലേ? തൊണ്ട ഒന്ന് വിഴുങ്ങിപ്പോയി വാക്കല്ലേ? അതെ. മോള് ഇത് പാടിയാലും നന്നായനെ. ഒറിജിനൽ ട്രാക്ക് മോളായിരുന്നെങ്കിലും അസലായനെ കേട്ടോ. നല്ലൊരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു വോയിസും നല്ല വോയിസ്, നല്ലോണം പാടി കേട്ടോ. പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ജയ്ഹിന്ദ് ഇനി മറ്റൊരു കാറ്റഗറി കൂടി ക്രിയേറ്റ് ചെയ്യണം. കാരണം മറ്റേ ദേവിക കൃതികയൊക്കെ കൂടിയിട്ട് ഒരു സബ് ജൂനിയർ കൂടി, കാരണം ഒരുപാട് കുട്ടികൾ അങ്ങനെ കേൾക്കാം. എന്തായാലും നന്നായി കേട്ടോ അവളെ, അസലായിട്ടുണ്ട്. ചെറിയ ഫ്ലോസ് ഒക്കെ ഉണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ, ഗുഡ് ലക്ക്. കൃത്തിക അതിനെ മുകളിൽ കയറി ഇരുന്നപ്പോഴത്തേനും എനിക്ക് ഭയങ്കര രസമായിരുന്നു. കാരണം ഇവിടെ രഞ്ജിന് പറഞ്ഞ പാവം കുഞ്ഞിന് ഒരു ഏണിയൊക്കെ വെപ്പിച്ച് കയറ്റിയിരുത്തണമെന്ന്. ഒരു കുഞ്ഞ് സാധനം പതുക്കെ പുറത്ത് അതിന്റെ കയറി ഇരുന്ന് ആ കൂടെ ഭയങ്കര ക്യൂട്ട്, നല്ല രസമായിരുന്നു കാണാനും. അനുഭവിച്ച് പാടി, അറിഞ്ഞു പാടി. പിന്നെ എനിക്ക് തോന്നി വോയിസിന് കുറച്ച് സ്ട്രെയിൻ ഉണ്ടെന്ന് തോന്നി. അത് കാരണം ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പിച്ചിന്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. പക്ഷെ നല്ല അറിഞ്ഞ്, നല്ല വോയിസ്, നല്ല സുഖമുള്ള വോയിസ്, നല്ല അറിഞ്ഞു പാടി, നല്ല ഇതുമായിട്ട് നല്ല കോമ്പിനേഷൻ, വളരെ സുഖമുള്ളതായിരുന്നു. കാണാനും കേൾക്കാനും ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. കേൾക്കാനും ബ്യൂട്ടിഫുൾ, കാണാനും ബ്യൂട്ടിഫുൾ. ഓക്കെ, താങ്ക് യു ചേച്ചി. താങ്ക് യു ചേച്ചി. രഞ്ജിനി ചേച്ചിന്റെ മുമ്പിൽ ഫസ്റ്റ് പെർഫോമൻസ് ആണ്. ചേച്ചിക്ക് എന്താ തോന്നിയത് നോക്കാം അല്ലേ? കൃതിക, എന്തോ നല്ല പേര്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പേര് കേട്ടപ്പോ തന്നെ ഞാനിങ്ങനെ നോക്കുമായിരുന്നു ഇത് ആരാണെന്ന്. നല്ല ക്യൂട്ടായിട്ട് ഡ്രസ് ചെയ്തിട്ട് ഇവിടെ ഇപ്പൊ എല്ലാരും വന്നിട്ടുണ്ടല്ലേ, അമ്മൂമ്മ എല്ലാരും വന്നിട്ടുണ്ടല്ലേ, അപ്പൊ ഒരു നല്ല സപ്പോർട്ടൊക്കെ ആയില്ലേ? അപ്പൊ ഇടയ്ക്ക് എന്ത് പറ്റിയൊന്നും
ഇങ്ങനെ വിഴുങ്ങണുണ്ടല്ലോ, അതെന്ത് വെച്ച്? തൊണ്ട ഡ്രൈ ആയി. തൊണ്ട ഡ്രൈ ആയിപ്പോ. ഞങ്ങളെ എന്നെ കണ്ടു പേടിച്ചിട്ടാണോ? അല്ല അല്ല അല്ലല്ലോ, ഞാൻ ഒട്ടും പേടിപ്പിക്കുന്ന ആളല്ല. ഞാൻ ഭയങ്കര ഫ്രീ ആണ് കുട്ടികളുടെ കൂടെ. അപ്പൊ ഒട്ടും പേടിക്കണ്ട, ഡ്രൈ ഒന്നും ആവണ്ട. അവിടെ റാൽഫൻ ചേട്ടനുണ്ട് ഫുൾ ഹെൽപ്പ് ചെയ്യാനായിട്ട്, അല്ലേ? അതെ. നല്ലൊരു സെലക്ഷൻ ആണ് മോളുടെ പാട്ട്. വെരി നൈസ് സെലക്ഷൻ ഓഫ് സോങ്. ഇവിടെ ഇപ്പൊ ഞാൻ കണ്ടതിൽ വെച്ച് എല്ലാവരും റഹ്മാൻ സാറിന്റെ പാട്ടുകളാണ് എടുത്തോണ്ട് വരുന്നത്. ഒരുപാടധികം പാട്ടുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എനിക്ക് മോളുടെ വോയിസിലുള്ള ഒരു ഇൻബിൽറ്റ് ഒരു ഹസ്കിനെസ് ഉണ്ട്. അത് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. താങ്ക് യു ചേച്ചി. ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാ. മോൾക്ക് നല്ല ഫീൽ ഉണ്ട് പാട്ടിന്. ഓക്കെ, അപ്പോ ഒട്ടും നമ്മൾ പാടുമ്പോ ആരെങ്കിലും ഉള്ളതായിട്ടൊന്നും മനസ്സിൽ നോക്കണ്ട. യു ജസ്റ്റ് സിങ്. പാടാൻ വന്നിരിക്കുന്ന അങ്ങ് പാടുക. ഓക്കെ, ആരും ചുറ്റുമുള്ളതായിട്ടൊന്നും നോക്കണ്ട. ചിലപ്പോ ആ നേരത്തായിരിക്കും ത്രോട്ട് ഡ്രൈ ആണോ പോലെയൊക്കെ തോന്നണത്. അങ്ങ് പാടുക. കണ്ണടച്ച് ആരും ഇല്ല, ഞാനൊരു റൂമിൽ ഒറ്റയ്ക്ക് ഇരുന്ന് പാടുക എന്നുള്ള രീതിയിൽ തന്നെ അങ്ങ് പാടിയാൽ മതി. അപ്പൊ എല്ലാം ശരിയാവും. പിന്നെ എനിക്ക് ചെറിയൊരു കറക്ഷൻ മോളെ എനിക്ക് തോന്നിയത്, ആ ഹമ്മിങ് ഒന്ന് പാടാൻ പറ്റുമോ? അവിടെ അത് ഒറ്റയടിക്ക് എടുക്കണം. ഇത്രേ ഉള്ളത്. അതപ്പോ മുറിച്ച് പാടരുത്. അതിന്റെ ഭംഗി എന്ന് പറയുന്ന ഒരൊറ്റയടിക്ക് എടുക്കണതാ. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചു കേട്ടാൽ മനസ്സിലാവും. അത് നെക്സ്റ്റ് ടൈം പാടുമ്പോ അത് ചെയ്യാം. കാരണം ഈ പാട്ടുകളൊക്കെ വളരെ ഫേമസ് അല്ലേ. അപ്പൊ കുറച്ച് മാറി കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് എല്ലാവരും ശ്രദ്ധിക്കും. ഓക്കെ, മോൾക്കൊക്കെ ചെയ്യാൻ പറ്റും. നല്ല എയറി വോയിസ് അല്ലേ, അപ്പൊ കുറെ എയറൊക്കെ പിടിച്ചു വെച്ചൊക്കെ പാടാൻ പറ്റും. ഓക്കെ, എനിവേസ് ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. കൃതിക, അപ്പൊ നമുക്ക് മാർക്സ് അറിയാം. ഓക്കെ, ഔട്ട് ഓഫ് 30 ബിജു ചേട്ടാ? 27.5. 27.5 on 30. ചേച്ചി? 28.25. 28.25. ചേച്ചി? 27.5. 27.5. Any overall performance out of 10? Expression 2.75 on 3. 2.75 on 3. ചേച്ചി? കോർഡിനേഷന് ഫുൾ മാർക്ക് 3. ഫുൾ സ്കോഴ്സ് ആണ്. ചേച്ചി? എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ റാൽഫിനെ നോക്കി ഇങ്ങനെ മറ്റേ കോറസ് പാടാൻ നേരത്തുള്ള ഒരു എക്സ്പ്രഷൻ ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടോ. വിംബ പാടി വരുമ്പോൾ കണ്ണൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഫ്ലട്ടർ ആയിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. 3.75. 3.75. കൃതിക, your total score is 92.75 on 100. അമ്മൂമ്മ വന്ന ഭാഗ്യമായി. അമ്മൂമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണോ കൃതിക? അതെ. അല്ല, മോളിപ്പം നന്നായിട്ട് ഹാർഡ് വർക്കിനെ കൊണ്ടാണ്. അടുത്ത സ്റ്റേജിലും ഇതുപോലെ തന്നെ പെർഫോം ചെയ്യണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. പാട്ട് ഞാൻ കേട്ടിടത്തോളം വാസ് ക്ലീൻ. കഴിഞ്ഞ റൗണ്ടിനെ അപേക്ഷിച്ച് വളരെ വളരെ ഇംപ്രൂവ്ഡ് ആയിട്ടുണ്ട്. Family for the nation. അടുത്തതായി ഈ വേദിയിൽ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ സെക്കൻഡ് പെർഫോമൻസ് ആണ്. സിംഗ് ഫോർ ഫൺ റൗണ്ടുമായി എത്തുന്നു ഉണ്ണിമായ. Put your hands together for ഉണ്ണിമായ.
മായ. ഹായ്. ഫ്ലവർ ഏത് സോങ്ങാ? മായാമോഹിനി എന്ന് പറഞ്ഞ ഫിലിമിലെ ഉള്ളിൽ കൊതി വിടരും. റിമി ചേച്ചിയുടെ. ബട്ട് ഇന്ന് നമ്മുടെ ജഡ്ജിങ് പാനലിൽ റിമി ചേച്ചി ഇല്ല. നമ്മളൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ചേച്ചി പെട്ടെന്ന് തന്നെ വരും. ചേച്ചി കേൾക്കും, ഷുവർ ആയിട്ടും ഇത് കേൾക്കും. നന്നായിട്ട് പാടണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. കൂത്താട്ടുകുളം രമണി തിയേറ്റേഴ്സ് അഭിമാന പുരസ്കാരം കാഴ്ചവെക്കുന്ന ആദ്യ നാടകം ആരംഭിക്കാൻ പോവുകയാണ്. ഇതിനെക്കുറിച്ച് ഇതിന്റെ ഓണറും ഡയറക്ടറുമായ വിശാലാക്ഷൻ നിങ്ങളോട് സംസാരിക്കുന്നു. എന്റെ പ്രിയമുള്ളവരെ, എന്റെ വീടും പറമ്പും വിറ്റിട്ടാണ് എന്റെ ഈ ആദ്യ സംരംഭം തുടങ്ങിയേക്കുന്നത്. ഇത് എന്തായി തീരുമെന്ന് എനിക്ക് ഒരു ഇതുമില്ല. നിങ്ങളുടെയൊക്കെ സഹായം വേണം. ഇത് കഴിയുന്നത് വരെ ഞാൻ ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. എന്റെ പറമ്പ്, എന്റെ വീട്. പമ്പാ ഗണപതി സ്തംഭാചലപതി തുമ്പിയുയർത്തുന്നു സ്വാമി ജനത്തിന് ശൈലപദത്തിൽ സ്വാഗതമോരുന്നു മോദമോദകമേകും. സർവ്വദൈവങ്ങളെയും വിളിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു ഞാൻ വച്ച വെടിയിൽ രണ്ടു മുയൽ. ഉള്ളിൽ കൊതി വിടരും എന്താണ് ഒളിക്കണ്ണുള്ള പ്രിയവരനെ. മിണ്ടാൻ മതി മനസ്സിനെന്താണ് ഇടനെഞ്ചിന്റെ പ്രിയതമനെ. അരളിൻ കൊമ്പിളിൽ കുളിരിൻ തുള്ളിനി കനവിൻ ചില്ലയിൽ പടരും വള്ളിനി ഇണ പോലെന്നും ഇവളിനി രാഗലോലമായ മോഹിനി. ഉള്ളിൽ കൊതി വിടരും എന്താണ് ഒളിക്കണ്ണുള്ള പ്രിയവരനെ. ചിമ്മാനമഴകിൽ പൊന്നു പെയ്യും വഴിയിൽ പൊന്നാട കൊണ്ടെന്നെ നീ മൂടിയോ. ചിമ്മാനമഴകിൽ പൊന്നു പെയ്യും വഴിയിൽ പൊന്നാട കൊണ്ടെന്നെ നീ മൂടിയോ. അകമിന്നൊരു പന്തൽ മേയുകയോ തകിലിന്റെ സ്വരങ്ങൾ വീട്ടുകയോ മോഹം തുള്ളിച്ചാടും മാൻപേടയോ. ഉള്ളിൽ കൊതി വിടരും എന്താണ് ഒളിക്കണ്ണുള്ള പ്രിയവരനെ. പഞ്ചാരമണലിൽ പാത്തളിക്കും അലകൾ കൊഞ്ചുന്ന ശീലിന്ന് നീ ചൊല്ലിയോ. പഞ്ചാരമണലിൽ പാത്തളിക്കും അലകൾ കൊഞ്ചുന്ന ശീലിന്ന് നീ ചൊല്ലിയോ. ഇരു കാതിരതെന്നും തേൻമൊഴിയോ ഒരു കാതരയെന്നിൽ തേൻമഴയോ. കൂട്ടായി ചെല്ലക്കണ്ണൻ നീ അല്ലയോ. ഉള്ളിൽ കൊതി വിടരും എന്താണ് ഒളിക്കണ്ണുള്ള പ്രിയവരനെ. അരളിൻ കൊമ്പിളിൽ കുളിരിൻ തുള്ളിനി കനവിൻ ചില്ലയിൽ പടരും വള്ളിനി ഇണ പോലെന്നും ഇവളിനി രാഗലോലമായ മോഹിനി. നീ കുറെ സമയം ഇവിടെ വന്ന് കരയുന്നു ആകുന്നു. ഈ നാടകത്തിൽ തന്നെ ഞങ്ങൾ കണ്ടിട്ടുമില്ല. നീ ഇതെവിടെ നിന്നാണ് പറഞ്ഞത്? ഞാൻ ഗൾഫിലിരുന്ന് കാശുണ്ടാക്കി 5 സെന്റ് സ്ഥലം വാങ്ങിച്ചു. അതിൽ വീട് വയ്ക്കാൻ തീരുമാനിച്ചു. ഇന്ന് അതിന്റെ വാനം തോണ്ടലാണ്.
ഈ മാസത്തിൽ ആകെ ഈ ഒരു ദിവസം മാത്രമേ നല്ലൊരു മുഹൂർത്തമുള്ളൂ. അതും അതിരാവിലെ 4-നും 4:30 ഇടയ്ക്ക്. ഇപ്പൊ സമയം എത്രയായി? 4 മണി. ഇതൊക്കെ ഞങ്ങളെടുത്ത് വന്ന് എന്തിനാണ് പറയുന്നത്? എന്തിനാണ് പറയുന്നതെന്നാ? വാനം തോണ്ടാൻ വച്ചിരുന്ന എന്റെ പറമ്പിലാണ് നീയൊക്കെ നാടാൻ കളിക്കുന്നത്. നീയൊക്കെ ഇവിടുന്ന് മാറിയിട്ട് വേണം എനിക്ക് പൂജ നടത്താൻ. എടാ പോറ്റി വന്ന് പുറത്ത് നിൽക്കുന്ന എല്ലാം വരച്ച് വാരി കെട്ടി പോയില്ലടാ. കഴിഞ്ഞ റൗണ്ടിനെ അപേക്ഷിച്ച് വളരെ വളരെ ഇംപ്രൂവ്ഡ് ആയിട്ടുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞ ആ സ്കിറ്റിലും കുറച്ച് ഇൻവോൾവ് ആയിപ്പോയി. എന്താ അവർ കാണിക്കണേന്നുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിലും. ബട്ട് പാട്ട് ഞാൻ കേട്ടിടത്തോളം വാസ് ക്ലീൻ. എനിക്ക് മോളുടെ വോയിസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു പ്രത്യേക ടെക്സ്ചർ, പിന്നെ ഒരു ചെറിയ ഒരു നാസൽ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നല്ലൊരു നാസൽ ടച്ച് ഉണ്ട്. For the family, for the nation. ഉണ്ണിമാങ്ങ കലക്കി, സ്റ്റെപ്പൊക്കെ നന്നായിരുന്നു. പിന്നെ ആ ചേട്ടന്മാരും അതൊക്കെ കോമഡി ഒക്കെ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തു. നമുക്ക് കമന്റ്സ് അറിയണം അല്ലേ? ഓക്കെ, ജഡ്ജസ്. ഉണ്ണിമായ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പാട്ട് അസലായിട്ട് പാടി കേട്ടോ. റിമി പാടിയ പാട്ടാണ് മായാമോഹിനിയിൽ അല്ലേ? നല്ല നല്ല രസമുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ റൗണ്ടിൽ നമ്മൾ സംസാരിച്ചാണ് കുറച്ചുകൂടി ഒന്ന് ഇൻവോൾവ് ആയിട്ട് പാടണമെന്ന് പറഞ്ഞത് അല്ലേ? പക്ഷെ ഇത് നല്ല അസലായിട്ട് പാടി. നല്ല നല്ല ടോണും നല്ല ക്യൂട്ടായിരുന്നു. ഒരു 10% കൂടി ആവാമായിരുന്നു തോന്നി. പക്ഷെ കഴിഞ്ഞ റൗണ്ടിനെ അപേക്ഷിച്ച് വളരെ വളരെ ഇംപ്രൂവ്ഡ് ആയിട്ടുണ്ട്. അതിന് ഒരു കയ്യടി വേണം തീർച്ചയായിട്ടും. സജഷൻസ് വളരെ കൺസ്ട്രക്റ്റീവായിട്ട് എടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഗുഡ് ലക്ക്. എന്തായാലും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ ജോയസ് ആയിരുന്നു. എന്താണ് മോളെ ഉണ്ണി മാങ്ങ കണ്ണി മാങ്ങ എന്നൊക്കെ വിളിക്കേണ്ടത്? അങ്ങനെയാ വിളിക്കുന്നത് അല്ലേ? ആണോ? നന്നായിരുന്നു പാടിയത്. എനിക്ക് മോളുടെ വോയിസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു പ്രത്യേക ടെക്സ്ചർ, പിന്നെ ഒരു ചെറിയ ഒരു നാസൽ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നല്ലൊരു നാസൽ ടച്ച് ഉണ്ട്. അതുള്ളത് ഭയങ്കര നല്ലതാണ് കേൾക്കാൻ. അത് ശ്രുതി ഇങ്ങനെ പോകാതെ കൊണ്ടുപോകാൻ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരു നാസൽ കോർഡിനേഷൻ അല്ലെങ്കിൽ നാസൽ സപ്പോർട്ട്, അങ്ങനെ ഒരു വോയിസാണ് മോളുടെ. നല്ല സുഖമുള്ള ഒരു വോയിസ്. നന്നായിരുന്നു. ചെറിയ ശ്രുതിയുടെ ഒരു ഫ്ലാറ്റ് ചെറുതായിട്ട് ആദ്യം ഒന്ന് ഇതൊക്കെ ഉണ്ട്, പിന്നെ അങ്ങ് പിക്കപ്പ് ചെയ്തു. വളരെ നന്നായിരുന്നു. ഉണ്ണിമായ നല്ല ഭംഗിയുള്ള ഒരു കുട്ടി. നല്ല ഭംഗിയിൽ സാരി ഉടുത്ത് വന്ന് വാ തുറന്നപ്പോ നല്ല ഭംഗിയുള്ള ശബ്ദം, നല്ലൊരു പാട്ട്. പക്ഷെ റിമിക്ക് പകരം ഞാനായിപ്പോയി ഇവിടെ. സോറി റിമി. രണ്ടുപേരും പറഞ്ഞു വെച്ചിട്ടാണോ രണ്ടുപേരും പൂ ഒരേ സൈഡിൽ വെച്ചിട്ട് വന്നിരിക്കുന്നത്? ഒരാള് ചോമ്പും ഒരാള് പിങ്കും. അല്ല, നിങ്ങൾ എല്ലാരും ഒരു കടയിൽ നിന്ന് ഒരു 10-15 കിലോ പൂ മേടിച്ചോണ്ട് വന്നിരിക്കുകയാണോ തലേ വെക്കാൻ? ഒരാള് ചെമ്പരത്തി പൂ. അത്രക്ക് വേണ്ടായിരുന്നു വിശേട്ടാ. പിന്നെ അതെന്താണ് അത് അവിടെ ഇങ്ങനെ വളർന്നു വന്നിരിക്കുന്നതാണോ തലേന്ന്? അല്ല, ഇവരുടെ തലേന്ന് പൊട്ടിച്ചു വെച്ചതാണോ? ഓക്കെ. എന്തായാലും നല്ല ഭംഗിയുണ്ട് രണ്ടുപേരെ കാണാനായിട്ട്. മേഘ്നെ പിന്നെ പറയണ്ടല്ലോ, നമ്മുടെ സുന്ദരിക്കുട്ടിയാണ് നമ്മുടെ ഷോയിലെ. ഇപ്പോ നമുക്ക് ഉണ്ണിമായയിലേക്ക് തിരിച്ചു വരാം. സ്റ്റാർട്ടിങ്ങിൽ മാത്രം ഞാൻ ഉണ്ണിമായയുടെ പാട്ട് ഇതിനു മുമ്പ് കേട്ടിട്ടില്ല, പക്ഷെ ഞാനിവിടെ ഇവരൊക്കെ പറഞ്ഞു കേട്ടു. സ്റ്റാർട്ടിങ് പിച്ചിങ് മാത്രം ഒന്ന് ചെറുതായിട്ടൊരു വോബിൾ ചെയ്തു, ചെറുതായിട്ട്. അത് കഴിഞ്ഞ് പിന്നെ സ്റ്റഡിയായി. ആ സ്റ്റാർട്ടിങ് ഒരു പ്രശ്നം ഒഴിച്ച് വേറെ എങ്ങും എനിക്കൊരു പ്രോബ്ലം തോന്നിയില്ല. നന്നായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞ ആ സ്കിറ്റിലും കുറച്ച് ഇൻവോൾവ് ആയിപ്പോയി. എന്താ അവർ കാണിക്കണേന്നുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിലും. ബട്ട് പാട്ട് ഞാൻ കേട്ടിടത്തോളം വാസ് ക്ലീൻ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ജഡ്ജസ്. ഉണ്ണിമായ നല്ല കമന്റ്സ് ആണ്. മോള് എല്ലാം സീരിയസ് ആയി എടുത്തു. അവര് പറഞ്ഞ സജഷൻസ് ഒക്കെ എല്ലാം കറക്റ്റ് ചെയ്ത് വന്നിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഇനി ആ ഒരു ഇത് നമുക്ക് മാർക്സിലും കാണണം. ചോദിക്കാം അല്ലേ? ചോദിക്കാം. ഓക്കെ,
ബിചേട്ടാ ഔട്ട് ഓഫ് 30? 27.25. 27.25. ചേച്ചി 27.5. 27.5. 27.5. ഗെയിൻ 27.5. ഇനി ഓവറോൾ പെർഫോമൻസിന് എത്ര മാർക്കാണെന്ന് അറിയാം. എക്സ്പ്രഷൻ 2.5. 2.5 on 3. ചേച്ചി മോളുടെ ആ ഇൻവോൾവ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ ജുഡീഷ്യസ് ആയിരുന്നു. പാട്ട് പോകാതെ വളരെ മിതമായ രീതിയിൽ അതിൽ ഇൻവോൾവ് ചെയ്തു. വളരെ ഇന്റലിജന്റ് ആയിട്ട് അത് ഹാൻഡിൽ ചെയ്തു. 2.75. 2.75. ചേച്ചി ഔട്ട് ഓഫ് 4? Out of 4, 3.5. 3.5 on 4, which make your total score 91 on 100. ഉണ്ണിമായ ഹാർഡ് വർക്ക് ചെയ്തതിന് റിസൾട്ട് കിട്ടിയില്ലേ? കിട്ടി. അതാണ്. ഇനിയും ഇതുപോലെ കീപ് അപ്പ് ദ ഗുഡ് വർക്ക്. അടുത്ത റൗണ്ടിലും ഇതിനേക്കാളും നല്ല മാർക്ക് വാങ്ങണം. I'll pray for you. Thank you. ഇനി ITL World Junior Idol Season 2 ഒരു കിടിലൻ പെർഫോമൻസ് ആണ്. ഒരു ഫാസ്റ്റ് നമ്പറുമായി എത്തുന്നു നമ്മുടെ സ്വന്തം രഞ്ജിനി ജോസ്. ലെറ്റ്സ് വാച്ച് ഇറ്റ്. मेरे नैना बड़ी जहरीले अख मारे, कम से कमरिया साली एक ठुमके से लख मारे। हाय बिच्छू मेरे नैना बड़ी जहरीले अख मारे, कम से कमरिया साली एक ठुमके से लख मारे। नोट हजारों के खुला छुट्टा कराने इश्क की तीली से बीड़ी चिल्ला चलाने आई चिकनी चमेली छुप के अकेली पौआ चढ़ा के आई चिकनी चमेली छुप के अकेली पौआ चढ़ा के आई चिकनी चमेली छुप के अकेली पौआ चढ़ा के आई चिकनी चमेली छुप के अकेली पौआ चढ़ा के आई। Come on, everybody, could you clap for me? जंगल में आज मंगल करूंगी, भूखे शेरों से खेलूंगी मैं, मक्खन जैसी हथेली पे जलते अंगारे ले लूंगी मैं। हाय गहरे पानी की मछली हूँ, राजा घाट घाट दरिया में घूमी हूँ मैं, तेरी लहरों की नजरों से हार के आज घूमी हूँ मैं। हाय जानलेवा जलवा है, देखने में हलवा है, जानलेवा जलवा देखने में हलवा, अब प्यार से परोस दोगी टोटली जरा, ये तो ट्रेलर है पूरी फिल्म दिखाने आई, हुस्न की तीली से बीड़ी चिल्लम जलाने आई चिकनी चमेली छुप के अकेली धुआं चढ़ा के आई चिकनी चमेली छुप के अकेली धुआं चढ़ा के आई चिकनी चमेली छुप के अकेली धुआं चढ़ा के आई चिकनी चमेली छुप के अकेली धुआं चढ़ा के आई। बंजर बस्ती में आई है मस्ती, ऐसा नमकीन चेहरा तेरा, तेरी नीयत पे चहके छूटे ना है रंग गहरा तेरा। हरे जो बन ये मेरा
मेरा खच्ची है राजा, सारे पर्दों को काटूंगी मैं। शामें मेरी अकेली है, आजा संग तेरी बांटूंगी मैं। हाय बातों में इशारा है, जिसमें खेल सारा है। बातों में इशारा है, जिसमें खेल सारा है। तोड़ के तिजोरियों को लूट ले जरा, चूम के जख्मों पे थोड़ा मलहम लगाने आई। हुस्न की तीली से बीड़ी चिल्लम जलाने आई। आई चिकने आई, आई चिकने आई, आई चिकने चमेली छुप के अकेली पौआ चढ़ा के आई। आई चिकनी चमेली छुप के अकेली पौआ चढ़ा के आई। താങ്ക് യു. അങ്ങനെ ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2 മറ്റൊരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഈ എപ്പിസോഡോട് കൂടെ നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത എപ്പിസോഡ് നമ്മുടെ എലിമിനേഷൻ പ്രോസസ് നടക്കുന്ന എപ്പിസോഡ് ആയിരിക്കും. എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന് കാണുക. നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് കണ്ടസ്റ്റൻസ് നമുക്ക് നഷ്ടപ്പെടും, പക്ഷെങ്കിൽ നല്ല ടാലന്റഡ് സിംഗേഴ്സ് വിൽ ബി ഹിയർ. സോ കീപ് വാച്ചിങ് ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2. ടിൽ ദെൻ ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ ആൻഡ് ബൈ. 18 കണ്ടസ്റ്റൻസിൽ നിന്നും 6 പേര് ഇന്ന് ഡേഞ്ചറസ് സോണിൽ എത്തിയിരിക്കുകയാണ്. ഒരു കോമ്പറ്റീഷൻ ആവുമ്പോൾ ഒറ്റ വിന്നറേ പറ്റുള്ളൂ. അപ്പൊ അതിന് നമ്മൾ ഈ എലിമിനേഷൻ പ്രോസസ്സിൽ കൂടെ പോയേ പറ്റൂ. നമ്മൾ ഇൻകോമ്പിറ്റന്റ് സിംഗർ ആണെന്ന് ഒരിക്കലും വിചാരിക്കരുത് ഈ ഒരു അവസ്ഥയിൽ ഔട്ടാകുന്നത് കൊണ്ട്. I have to announce this sad news. One is in and one is out. Remy Tommy and Meghna's costume sponsored by Zarina, Catholic Center, General Hospital Junction, Trivandrum.